PSCയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ CPO എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ച ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്ന് എത്ര അകലെയാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ നമ്മളിത് ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഡയറക്ഷൻ വരച്ചു നോക്കി കഴിഞ്ഞാൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് നിന്ന് തന്നെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് റാണി ഒരിടത്ത് നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ 20 മീറ്റർ എന്ത് ചെയ്തു? താഴേക്ക് സഞ്ചരിച്ചു 20 മീറ്റർ. ഓക്കെ, ഇനി വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ 30 മീറ്റർ. അപ്പോൾ ഇതാണ് തുടങ്ങിയ പോയിന്റ്. തുടങ്ങിയ പോയിന്റിൽ നിന്ന് ആദ്യം 20 താഴേക്ക് പോയി, വീണ്ടും മുകളിലേക്ക് എത്ര പോയി? 30 പോയി. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? 10 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി പിന്നീട് കിഴക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് തിരിഞ്ഞ് 10 മീറ്റർ കൂടെ സഞ്ചരിച്ചു. കിഴക്ക് തിരിഞ്ഞ് 10 മീറ്റർ കൂടി സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. കിഴക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും കിഴക്ക് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ യാത്ര തിരിച്ചിടത്തു നിന്ന് എത്ര അകലെയാണ് റാണി ഇപ്പോൾ? എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്ന് എത്ര അകലെയാണ് റാണി ഇപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരും? ഇതൊരു ട്രയാങ്കിൾ രൂപത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പോയിന്റ് വരയ്ക്കുകയാണ്. ഈ ഭാഗത്തൂടെ ഒരു പോയിന്റ് വരയ്ക്കുകയാണ്. ഈ ഭാഗത്തൊരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം 10 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. എത്ര വരും? ഈ കിടക്കുന്ന 30 നമ്മൾ ഇങ്ങോട്ട് എടുക്കും, 30. അപ്പോൾ ഈ സൈഡ് എത്രയായി? 40 എന്നുള്ളതായി. അതിനെ ഞാൻ ഒന്നുകൂടെ റീഡ്രോ ചെയ്യുകയാണ്. ഇവിടെ 40 എന്നായി. ഓക്കെ, ഇനി ഈ സൈഡ് നോക്കാം. ഈ സൈഡിൽ ഇവിടെ 20 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ ഒരു 10 കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 20 + 10 30. മുകളിൽ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിൻ്റെയും ആൾട്ടിറ്റ്യൂഡിൻ്റെയും സ്ക്വയർ എടുത്ത് സം ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 40ൻ്റെ സ്ക്വയർ പ്ലസ് 30ൻ്റെ സ്ക്വയർ. 40ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. അതേപോലെ തന്നെ 30ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 40ൻ്റെ സ്ക്വയർ പ്ലസ് 30ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? റൂട്ട് 2500 എന്ന് കിട്ടും. റൂട്ട് 2500ൻ്റെ വില എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ടോട്ടൽ ആൻസർ എത്രയെന്ന് കിട്ടും? 50 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 50 മീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ 10:10 സമയം കാണിക്കുമ്പോൾ 10:10 AM എന്നുള്ള സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 10:10 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക. 10:10 എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ സൂചികളാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 10 എന്ന് പറയുമ്പോഴത്തേക്ക് മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 10ൽ തന്നെ ആയിരിക്കും. എന്നാൽ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 2ലായിരിക്കും നിൽക്കുന്നത് അല്ലേ? അപ്പോൾ 10:10 എന്ന് പറയുമ്പോഴത്തേക്കും മണിക്കൂർ സൂചി 10ലും മിനിറ്റ് സൂചി 2ലും ആയിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ വ്യത്യാസം ഇങ്ങെടുക്കുക. അതിൻ്റെ വ്യത്യാസമാണ് 8. ഈ 8നെ നമ്മൾ എന്ത് ചെയ്യുക? 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 8നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയെന്ന് കിട്ടും? 8 × 3 24, 240 എന്ന് കിട്ടും. ഇനി തന്നിരിക്കുന്ന മിനിറ്റ്, അതായത് 10:10 എന്ന് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതി എടുക്കുക. മിനിറ്റിൻ്റെ പകുതി എത്രയാണ്? 5 ആണ്. അപ്പോൾ 10ൻ്റെ പകുതി 5. ആ 5 കൂടെ നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ നോക്ക്, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ നടത്തി വെക്കുക. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും മണിക്കൂർ സൂചിയാണ് വലുതെങ്കിൽ നമ്മളിവിടെ സാധാരണ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. മണിക്കൂർ സൂചിയാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. തിരിച്ച് മണിക്കൂർ സൂചി ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയെന്ന് കിട്ടും? 245 എന്ന് കിട്ടും. 245. അപ്പോൾ ഇങ്ങനെ ഒരു കോണ് എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്സിലേക്ക് പോകും. റിഫ്ലക്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 360 - 245 ചെയ്യുമ്പോഴത്തേക്ക് എത്രയെന്ന് കിട്ടും? 115 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒരിക്കൽ കൂടെ പറയാം. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഏതൊക്കെ സൂചികളാണെന്നുള്ളത് മാറ്റി എഴുതുക. അതാണ് നമ്മളിവിടെ 10, 2 എന്നിങ്ങനെ എഴുതിയത്.
അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ആ വ്യത്യാസത്തെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശേഷം മിനിറ്റ് സൂചിയുടെ പകുതി എടുക്കും. കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള സൂചികളുടെ അല്ലെങ്കിൽ ആ സംഖ്യകളുടെ ഒരു കമ്പാരിസൺ നടത്തുക. അതായത് മണിക്കൂർ സൂചിയാണ് വലുതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ചെയ്യുന്നു. മണിക്കൂർ സൂചി ചെറുതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്യാനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 240 + 5 245 വന്നത് റിഫ്ലക്സിലാണ്. റിഫ്ലക്സിലായതുകൊണ്ട് തന്നെ 360 - 245 ചെയ്തു 115 ഉത്തരമായിട്ട് കിട്ടി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാണുമ്പോൾ വളരെ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത്തിരി എളുപ്പമുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് ക്യൂബ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ക്യൂബ് ദി ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ഈ രണ്ട് സ്ക്വയറുകൾ, ഈ സ്ക്വയറും ഇവിടെ തന്നിരിക്കുന്ന റൂട്ടുമായിട്ട് തന്നെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? അപ്പോൾ സ്ക്വയറും റൂട്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളൊരു ഐഡിയയിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് റൂട്ട് ഓഫ് 10 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും 5 വരെയെങ്കിലും മിനിമം 10 വരെയെങ്കിലും ഉള്ള ക്യൂബുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? 10 ഇൻറ്റു 8 ഇൻറ്റു 125 എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റൂട്ട് 10,000 എന്നുള്ള വാല്യൂ കിട്ടും. റൂട്ട് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്രയെന്ന് കിട്ടും? 100 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി 100 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 100 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4 പുരുഷന്മാരും 8 സ്ത്രീകളും വർക്ക് ആൻഡ് ടൈമിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അതായത് 4 പുരുഷൻ 4 men + 8 women എത്ര ദിവസം? 10 ദിവസമാണ് ജോലി ചെയ്യുന്നത്. ആ ജോലിക്ക് ഈക്വൽ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാരും 7 സ്ത്രീകളും 12 ദിവസം വേണ്ടിവരും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇവ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 40m + 80w = 36m + 84w എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരേ സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 40m - 36m അല്ലേ? 40m - 36m = അടുത്ത 84w - 80w. അപ്പോൾ 4m = 4w എന്ന് കിട്ടും. അതായത് മെന്നും വുമണും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1:1 എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മെന്നിൻ്റെയും വുമണിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 1 എന്നുള്ള ഐഡിയയിലേക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് നമ്മൾ ആദ്യം എഴുതി വെച്ച ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ ആദ്യം എഴുതി വെച്ച 4m + 8w × 10 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 4 × 1 എന്ന് പറയുന്നത് 4 + 8 × 10 എന്ന് കിട്ടും. 4 + 8 × 10 എന്ന് കിട്ടും. 12 × 10 എന്ന് പറയുന്നത് 120 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 120 ആണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 120 വർക്ക് 120 വർക്ക് ഈ 8 പുരുഷന്മാർക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വർക്ക് 8 പുരുഷന്മാർക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയ 120 ഈ 120 എത്ര മെന്നാണുള്ളത്? 8 മെന്നാണുള്ളത്. 120/8 എന്നുള്ള വാല്യൂ കിട്ടും. 15 ഡേയ്സ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 15 ഡേയ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.